ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു കൊടുക്കാവുന്ന ഒന്നല്ല സെക്സ് എഡ്യൂക്കേഷൻ. ഓരോ ദിവസവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൂടെ പലതും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഫ്രണ്ട് വീട്ടിൽ വരുമ്പോഴോ, പാർക്കിലെ മൃഗങ്ങളെ കാണുമ്പോഴോ, ടിവിയിലെ ഒരു സീൻ കാണുമ്പോഴോ ഒക്കെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങളാണ്. സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ പല മാതാപിതാക്കളും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ശരിയായ മറുപടി നൽകാതിരിക്കുകയോ ചെയ്യും. അത് നല്ലതല്ല. പ്രായത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ശരീരത്തിന്റെ ബൗണ്ടറീസ്, പബ്ലിക് പ്ലേസിൽ വെച്ച് തുടരുതാത്തതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ, ആർക്കൊക്കെയാണ് ശരീരത്തിൽ സ്പർശിക്കാവുന്നതെന്നും പ്രൈവസി എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കണം. അബ്നോർമൽ ബിഹേവിയേഴ്സ് കാണിക്കുന്ന കുട്ടികൾ നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷവും എങ്ങനെ പെരുമാറുന്നുവെന്ന് മോണിറ്റർ ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യിക്കുകയും വേണം. അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയെന്നും ഫോണിലും മറ്റും അവർ കാണുന്നത് എന്തൊക്കെയെന്നും ശ്രദ്ധിക്കണം. അവരുടെ വളർച്ചയ്ക്കും സേഫ്റ്റിക്കും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ സെക്സിനെ കുറിച്ചൊരു ഹെൽത്തി ആറ്റിറ്റ്യൂഡ് അവരിലുണ്ടാവും. എത്ര നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുവോ അത്രയും നല്ലത്. ശരീരഭാഗങ്ങൾക്ക് ശരിയായ അനാറ്റമിക്കൽ ടേംസ് തന്നെ പറഞ്ഞു കൊടുക്കണം. ഇത് സംഭാഷണങ്ങൾ നോർമൽ ആക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് ഇൻഅപ്രോപ്രിയേറ്റ് ആയ പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ കുട്ടികൾക്ക് അധ്യാപകരോടും രക്ഷകർത്താക്കളോടും റിപ്പോർട്ട് ചെയ്യുന്നതിനും അവർക്കത് മനസ്സിലാക്കുന്നതിനും ഈസി ആയിരിക്കും. ക്രിയേറ്റ് ആൻ ഓപ്പൺ എൻവയോൺമെന്റ് ഓൾവേസ്. കുട്ടികൾക്ക് തോന്നുന്ന സംശയങ്ങൾ വന്ന് ചോദിക്കാനുള്ള ഒരു ഓപ്പൺ എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ മറ്റു സോഴ്സസ് തേടിപ്പോയെന്നിരിക്കും. യൂസ് എവറിഡേ ഓപ്പർച്യൂണിറ്റീസ്. ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു കൊടുക്കാവുന്ന ഒന്നല്ല സെക്സ് എഡ്യൂക്കേഷൻ. ഓരോ ദിവസവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൂടെ പലതും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഫ്രണ്ട് വീട്ടിൽ വരുമ്പോഴോ, പാർക്കിലെ മൃഗങ്ങളെ കാണുമ്പോഴോ, ടിവിയിലെ ഒരു സീൻ കാണുമ്പോഴോ ഒക്കെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങളാണ്. ഉദാഹരണത്തിന് 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബോഡി പാർട്സിന്റെ കറക്റ്റ് നെയിംസ് പറഞ്ഞു കൊടുക്കുക. ആൻഡ് ബേസിസ് അബൌട്ട് വേർ ബേബീസ് കം ഫ്രം. 5 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് റീപ്രൊഡക്ഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മുട്ടയിടുന്ന ജീവികളെക്കുറിച്ചും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുക. 8 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഉള്ളവർക്ക് കൗമാരത്തെക്കുറിച്ചും ആ കാലയളവിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക. 11 വയസ്സ് കഴിഞ്ഞാൽ റിലേഷൻഷിപ്സിനെ കുറിച്ചും അതിന്റെ വൈകാരിക തലങ്ങളെക്കുറിച്ചും പറയാം. സെക്ഷൽ റിലേഷൻഷിപ്പിൽ മ്യൂച്വൽ റെസ്പെക്റ്റും കൺസെന്റും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. മുതിർന്ന കുട്ടികൾക്ക് ഇന്ന് വളരെയേറെ റിസോഴ്സസ് അവൈലബിൾ ആണ്. നല്ല നല്ല ബുക്സ് അവൈലബിൾ ആണ്. വാല്യൂസിന് നിരക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിക്കുക. കുട്ടികളുടെ സംശയങ്ങൾക്ക് ഓണസ്റ്റ് ആയിട്ട് മറുപടി നൽകുക. ചെറുപ്രായത്തിൽ തന്നെ അനുവാദമില്ലാതെ അന്യരെ ശരീരത്തിൽ സ്പർശിക്കാൻ അനുവദിക്കരുതെന്നും മറ്റുമുള്ള പേഴ്സണൽ ബൗണ്ടറീസിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കണം.